ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതിയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഹെയർ കെയർ ചെയ്യാറില്ല. ഇപ്പോഴാണെങ്കിൽ മുട്ടയാണ്, ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നാലാളും, ഞാനും ദേവും കുട്ടും ചേട്ടയും, ഞങ്ങൾ നാലാളും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിരുപ്പതി പോയായിരുന്നേ. അപ്പോ മുടി ഉള്ളപ്പോഴും അത്യാവശ്യം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പരിഗണന വെക്കണേ. പിന്നെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ കാര്യത്തില് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അത് ടെക്സ്ചറിന്റെ കാര്യത്തിലാണേലും വളർച്ചയുടെ കാര്യത്തിലാണേലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് പാരമ്പര്യം കൊണ്ടാവാം, ചിലർക്ക് കെയറിങ്ങിലൂടെ മുടി ഉണ്ടാവാം, ഒക്കെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഉണ്ടാവും നമുക്ക് ഹെയറിന് വളർച്ചയ്ക്കുള്ള പോഷകങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇലക്കറികള്, ധാന്യങ്ങള് ഇവയൊക്കെ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയുടെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ് അല്ലേ. ഇനി ഞാൻ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഞാൻ പറയാട്ടോ. എനിക്ക് മുടിയുള്ള സമയത്ത് ഞാൻ വീക്കിലി 2 വട്ടെങ്കിലും ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അത് ചെമ്പരത്തിത്താളി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒനിയൻ ജ്യൂസ് എനിക്ക് നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ഹെയർ നല്ല കെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം കനത്തിലൊക്കെ മുടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മടി തുടങ്ങിയപ്പം ഹെയർ കെയറും ഇല്ല, സ്കിൻ കെയറും ഇല്ല, ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റവും എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹെയറിലും സ്കിന്നിലൊക്കെ. എല്ലാം മുടി കൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. നമ്മളെ മുടി എന്നും പല്ലകലമുള്ള ചീർപ്പ് കൊണ്ട് നല്ലോണം പതിയെ ചീന്താണ് കേട്ടോ ആദ്യം വേണ്ടത്. പിന്നെ നമ്മൾ എന്നും ഏത് എണ്ണയാണോ നമ്മൾ തലയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ആ എണ്ണ കയ്യിൽ കുറച്ചെടുത്ത് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം തലയോട്ടിയിൽ നല്ലോണം കുറച്ച് നേരം തേച്ച് മസാജ് ചെയ്യുക. വീക്കിലി 2 ദിവസമെങ്കിലും നമ്മൾ ചെമ്പരത്തി താളി ഇട്ടിട്ട് തല തേച്ച് കഴുകിയതിന് ശേഷം ഒരു മാസ്ക് ഇടാം. അതിപ്പോ പേരയിലയില്ലേ, നമ്മുടെ പേരക്കേന്റെ തളിർത്ത ഇല, കറിവേപ്പില, ചെറിയുള്ളി നീര്, പിന്നെ കേട്, ഇത് 3ഉം വെച്ചിട്ട് ഇത്തിരി സാധനങ്ങൾ വെച്ചിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഇത് തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടി വളർച്ചയ്ക്കും നല്ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കേടും ഉലുവാപ്പൊടി ഇല്ലേ, അതും കൂടിയിട്ട് മാസ്ക് തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്താലും ഹെയർ ഗ്രോത്തിന് നല്ല റിസൾട്ടാണ് ഉള്ളത്. ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി മുട്ട നിങ്ങൾക്ക് കിട്ടുമല്ലോ. മുട്ടയുടെ വെള്ളം മാത്രം നമ്മുടെ വെള്ളം മാത്രം എടുത്തിട്ട് തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ അതും നല്ലതാണ് കേട്ടോ. ചെമ്പരത്തിത്താളി ഇല്ലെങ്കിൽ നമ്മൾ എന്നും ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം തണിഞ്ഞതിന് ശേഷം ആ കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകി കളഞ്ഞാൽ അത് നല്ലൊരു ഷാമ്പൂവിന്റെ ഫലം ചെയ്യൂട്ടോ. കഞ്ഞിവെള്ളത്തിൽ നല്ല ഹെയർ ഗ്രോത്തിനുള്ള കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയറിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം അതെല്ലാം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി മുടി ആദ്യത്തെ പോലെ നല്ലപോലെ ഒന്ന് കെയർ ചെയ്ത് മുടി വളർത്തിയെടുക്കണം ഞാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.